ഇടതുപക്ഷം സമരക്കാരാണെന്നും സമരം ചെയ്ത് കേരളത്തിന്റെ വികസന സാധ്യതകളെ പാടെ തകർക്കുന്നുവെന്നുമുള്ള പല്ലവി നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിലെ ചായക്കട ചർച്ചകൾ മുതൽ ദൃശ്യമാധ്യമങ്ങളുടെ അന്തിച്ചർച്ചയിൽ വരെ വലതുപക്ഷക്കാരും നിഷ്പക്ഷ വ്യാജന്മാരും പ്രധാന ആയുധമാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരല്ലേ, ട്രാക്ടറിനെതിരെ എതിർത്തവരല്ലേ. കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇതിൽ രസകരമായ കാര്യം നോക്കാം. കഴിഞ്ഞ 8 വർഷത്തിനകം കേരളത്തിന് ആവശ്യമായ വികസനത്തെ കണ്ണും പൂട്ടി എതിർത്തവരാണ് വലതുപക്ഷം. നമുക്കൊന്ന് പരിശോധിക്കാം. ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ, ദേശീയപാത വികസനത്തിനെതിരെ, റെയിൽ വികസനത്തിനെതിരെ, അതായത് കെയറെയിൽ, NNG ടെർമിനലിനെതിരെ, വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്ന AI ക്യാമറയ്ക്കെതിരെ, വയനാട് തുരങ്കപാതയ്ക്കെതിരെ, കെൽട്രോണിനെതിരെ, ബെവ്കോ ആപ്പിനെതിരെ, ക്വിക്ക് ഡ്രോ സ്മാർട്ട് ആപ്പിനെതിരെ, ബ്രൂവറിക്കെതിരെ, കേരളത്തിന്റെ വികസന കുതിപ്പായ കിഫ്ബിക്കെതിരെ, എന്തിനെതിരെ? പ്രളയത്തിലും കോവിഡിലും തകർന്നവരെ സഹായിക്കാൻ CMDRFന്റെ സാലറി ചലഞ്ചിനെതിരെ പോലും. ഈ സമരങ്ങളൊക്കെ പ്രതിപക്ഷം എന്ന രീതിയിൽ ചിത്രീകരിക്കാതെ ജനകീയ സമരങ്ങൾ എന്ന പേരിൽ അവതരിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ നന്നായി ശ്രദ്ധിച്ചു എന്നതാണ് കാര്യം. വാസ്തവത്തിൽ ഇവിടുത്തെ വികസന വിരോധികൾ നമ്മുടെ മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ?